ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, ആരോഗ്യനില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഷമി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു മരുന്നുകളോട്. ഒപ്പം തന്നെ പോലീസിനോടാണ് ആദ്യ മൊഴി നൽകിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു, ഡോക്ടറോടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന്. ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട 14 വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ കുട്ടിയെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അവർ അറിഞ്ഞുപോലും ഉണ്ടാകില്ലായിരിക്കാം ഒരുപക്ഷെ. എന്തായാലും കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നതാണ് ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇപ്പോൾ ഡോക്ടറോട് ഉൾപ്പെടെ പ്രതികരിച്ചു തുടങ്ങിയത് കട്ടിലിൽ നിന്ന് വീണതാണ്, അങ്ങനെ പറ്റിയതാണ് എന്നാണ് പറഞ്ഞത്. കാരണം മകനും പറയുന്ന ബന്ധുക്കളൊക്കെയും നഷ്ടപ്പെട്ട വിവരം മകനെ മൃഗീയമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 13-കാരന്റെ മുഖം കാണാൻ കഴിയാത്ത തരത്തിൽ വികൃതമാക്കിയ അവസ്ഥയിലായിരുന്നു ആ നരാധവൻ ആ ബാലനെ കൊലപ്പെടുത്തിയത് എന്നുള്ളത്. പുന്നാര മോനെ, അങ്ങനെ തന്നെ എന്നെ വിളിക്കേണ്ടത്. എടാ, ആ ഇമ്മണ്ടല്ലോ, ഈ കുടുങ്ങണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ല, ഓർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഈ ജയിലിലേക്ക് നേരെ നൈസായിട്ട് പോയിട്ട് കഴിച്ചില്ലാവുന്നില്ല. അവിടെ നിന്ന് എനിക്ക് കിട്ടും. ഈ എല്ലാവരും നീ വെട്ടിയതിന് നിനക്കുള്ളത് കിട്ടും അവിടെ നിന്ന്. അല്ല, നീ നാട്ടിലിറങ്ങുമ്പോൾ നാട്ടുകാരോട് കിട്ടും. നിനക്കറിയാം ഇവിടുത്തെ നിയമത്തിൽ നിനക്ക് കഴിച്ചില്ലാവുന്നുള്ളത്. ഓക്കെ, പക്ഷെ നിനക്കുള്ളത് നിനക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. നീ എന്ത് വെളിവില്ലായ്മൻ്റെ രീതിയിലാണ് ഇത് ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ ഇത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഡ്രഗ് ആണെങ്കിലോ എന്തോ ആയിക്കോട്ടെ, അതിനുള്ളത് നിനക്ക് കിട്ടും. നീ ഇവിടെ കിടന്നിട്ട് വെന്ത് മരിക്കാന്ന് കേട്ടില്ലേ, അതേ അവസ്ഥ നിനക്ക് നോക്കിക്കൊണ്ടി മോനെ.